ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ രാവിലെ അല്ല, ഇത് രാത്രി 12 മണി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പം ഭയങ്കരമായ വിശപ്പ് കാരണം പിന്നെയും ചാടി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ എന്ന് തോന്നിച്ച് ഇവിടെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്. അത്താഴം കഴിച്ചില്ലായിരുന്നു. അത്താഴം കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ വൈകിട്ട് ഇത്തിരി സ്നാക്സായിട്ടൊക്കെ കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത്താഴമൊന്നും കഴിക്കാതെ കിടന്നുറങ്ങി, ഞാനും മോളുമാണേ. അപ്പം ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പം മുട്ട ഇരിപ്പുണ്ടായിരുന്നു. ചോറ് തിന്നാൻ തോന്നിയില്ല, വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പം പിന്നെ മുട്ട എടുത്ത് ബുൾസി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അല്ല, മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് അടുക്കളയിലേക്ക് വന്നിട്ട് പിന്നെ എന്തൊക്കെയോ ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ 12:30 കഴിഞ്ഞു. ടൈം എടുത്ത് നോക്കി സെറ്റ് ചെയ്യാൻ മറന്നുപോയി, പിന്നെ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ അടുക്കളയ്ക്ക് അതൊക്കെ തേരാപ്പറക്കി നടക്കുന്നതാണ്. വെള്ളം കുടിക്കണോ, പിന്നെ എന്ത് ചെയ്യണം. അപ്പം വിചാരിച്ചു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇപ്പം നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാം, ഉറക്കത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ മാറട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇത് ഷോട്ടൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ഇവിടെ മുട്ട എടുത്ത് പുഴുങ്ങാൻ വേണ്ടി ഞങ്ങൾ ഗ്യാസ് കത്തിച്ച് ഇതൊക്കെ വെക്കുന്നതാണ്. അങ്ങനെ മുട്ട പുഴുങ്ങി കഴിഞ്ഞപ്പോൾ മുട്ട നന്നായിട്ട് പുഴുങ്ങിയില്ല. മുട്ട പൊട്ടിച്ചപ്പം കണ്ടു ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ പിന്നെ നന്നായിട്ട് പുഴുങ്ങി. പിന്നെ ഞങ്ങളത് ഇളക്കി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അത് മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ വേറെ 2 മുട്ട വീണ്ടും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടി തുടങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നതാണ്. എന്നെ ആകാശം നല്ല ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കുന്നത് നമുക്ക് രാത്രിയൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു അമേസിങ് ആയിട്ട് ഒരു ഇതല്ലേ. അപ്പം കണ്ട റോക്കി അല്ലല്ലോ, ഇത് ടിപ്പ് അവിടെ പുതിയതായിട്ട് വന്ന പട്ടിക്കുട്ടിയാണ്. അവൻ ഓടിക്കൊണ്ട് അവിടെ വന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് മുട്ട ബുൾസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് അവസാനം പുഴുങ്ങിയെടുക്കാൻ വേണ്ടി എടുത്തത് അവസാനം ഉണ്ടാകും. അത് പണിപാളിപ്പോയി. പിന്നെ അത് ഞങ്ങളിങ്ങനെ സ്പൂണൊക്കെ വെച്ച് ഇങ്ങനെ കോരി എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശേഷം കടിഞ്ചായ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറയും, പക്ഷേ ഞാനത് കേൾക്കും. പിന്നെ പറയുന്നത് കേട്ടല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ബുൾസ ഉണ്ടാക്കി 2-3 ദോശ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതും എടുത്ത് ചമ്മന്തിയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കടിഞ്ചായ ഗ്ലാസ്സിലേക്ക് പകർന്നു. അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. എന്തെങ്കിലോ അവിടെ ചെന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം നല്ല ചെറിയ കുഞ്ഞ് ഇളം കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റ്. ആ കാറ്റൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ വാതിലിൽ അവിടെ ഇങ്ങനെ ഇരുന്നപ്പം അവിടെ ഒരു അമ്പലത്തിലും നല്ല ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. ആ ഗാനമേളയുടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് ചൂട് കടിഞ്ചായയൊക്കെ കുടിച്ച് നല്ലൊരു വൈബായിരുന്നു അത്. അപ്പം ഒരു മനസ്സിനകത്ത് എനിക്ക് തോന്നി, കാലഘട്ടത്തിൻ്റെ എവനികയിൽ ചേർത്ത് നിർത്തിയവരെല്ലാം മാറ്റി നിർത്തിയപ്പോൾ ഉയരാൻ പ്രേരിപ്പിച്ചത് ഇവരോടൊക്കെയുള്ളൊരു വാശിയായിരുന്നു. അത് തളരാതെ ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ പ്രേരിപ്പിച്ചത് ഇവരോടുള്ള വാശിയായിരുന്നു എന്ന് പലപ്പോഴും മനസ്സ് പറ്റില്ല എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ പ്രേരിപ്പിച്ചത് ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്ന് ഏതോ ഒരു മോട്ടിവേഷൻ കേട്ടതാണ്. അത് എനിക്ക് വല്ലാതൊരു എഫക്റ്റ് ചെയ്തു. പിറ്റേന്ന് നേരം വെളുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് തൊടിയിലേക്കൊക്കെ ഇറങ്ങി പ്രകൃതി അതിൻ്റെ മനോഹാരിത വിളമ്പിക്കൊണ്ട് കാട്ടുതെറ്റിയൊക്കെ പൂ പിടിച്ച് ഇങ്ങനെ വിടർന്ന് നീക്കുന്നത് കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. നമ്മുടെ വീട്ടിൽ കുഞ്ഞൊരു ചെമ്പരത്തിയിൽ പൂ പിടിച്ചത് വാടി നിന്നപ്പോഴും അതിന് നമുക്കൊരു മനോഹാരിത തോന്നി. ഇതൊക്കെ എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു ഫീലാണ് ഇങ്ങനെ ഓരോ. പിന്നെ ഞങ്ങൾ ഞങ്ങൾ വിളിച്ചിരുന്നു. ശ്രീജാമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ തൊട്ട് താഴത്തെ വീടാണ്. അവിടെ ചെന്നപ്പോൾ ശ്രീജാമ്മയുടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പായസം ബ്രഹ്മസിറ്റി അത് കഴിച്ചു. വാവ് എന്നൊക്കെ പറയുന്നതാണ്. ചൂടായിട്ട് തവിട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ അതും കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പാവയ്ക്ക കൊണ്ടുവന്നാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയ വഴിക്ക് ഞങ്ങൾ രവിചാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പം ഫ്രണ്ടൊക്കെ ഒന്നുമല്ലേ. അപ്പം അവിടെ കയറി. അവിടെ അയാൾക്കൊരു സർപ്രൈസ് ആയിരുന്നു നമ്മൾ ചെന്നത്. കാരണം ഒരിക്കലും അതിൽ പ്രതീക്ഷിച്ചില്ല നമ്മളവിടെ ചെല്ലുന്നത്. ഞങ്ങളവിടെ ചെന്നത് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് അവരുടെ വീട് അടിപൊളി ഒരു അവിടെ ഇരിപ്പായിരുന്നു. പനിയൊക്കെ മാറി എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണണം. അങ്ങനെ എന്നോട് നമുക്കൊന്ന് കയറിയിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ കയറി കാണും. അങ്ങനെ പുള്ളിക്കാരനെ കണ്ടു, കാര്യമൊക്കെ പറഞ്ഞു, സുഖാന്വേഷണങ്ങളൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അയാൾക്കൂടെ ചായ ഇട്ട് കൊടുത്തു. പിന്നെ വേറൊരു വീട്ടിൽ ചെന്ന് നമ്മൾ കയറി ചായ ഇടുകയെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു വൈബല്ലേ. അപ്പോൾ അത് മാറ്റിയില്ല. അങ്ങനെ തന്നെ ചെയ്തു. ചായ പറഞ്ഞു.
പിന്നെ ഇത് കൊല്ലം അസിസി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആണ്. അപ്പോൾ അവിടെ പോയി കുഞ്ഞിനെ കൊണ്ട് തുടങ്ങണം. അവിടെ കുഞ്ഞിനെ കൊണ്ടുപോയത് അവരുടെ പല്ലിന് ചെറിയ കേടുണ്ടായിരുന്നു. അങ്ങനെ പല്ല് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അവിടെ പോയത് എന്ന് വെച്ചാൽ സാധാരണ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയത്. അപ്പം അവിടെ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ കാണാം. പ്രകൃതിയുടെ നല്ല ഒരു വൈബായിട്ട് അവരാക്കിയെടുത്തേക്കുന്നത് സൂപ്പർ ആണ്. നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു. നമുക്ക് പിന്നെ അതല്ലേ ഉള്ളു പണി. നമ്മളതൊക്കെ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് അവിടുത്തെ സ്റ്റെപ്പിലേക്ക് മേലോട്ട് താഴോട്ടേക്ക് മേലോട്ട് കയറാനൊക്കെ ഇറങ്ങാനും എനിക്ക് തോന്നി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം കുഞ്ഞിനെ കൊണ്ട് കാണിച്ച് ഡോക്ടറിനെയൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് പാപ്പൊക്കെ മേടിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.